ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. വെള്ളയപ്പം എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും, പക്ഷേ ഇത് ഒരു സൂപ്പർ വെള്ളയപ്പമായി കിട്ടാനുള്ള ടിപ്സായിട്ടാണ് വന്നത്. അതിന് വേണ്ടി ഇവിടെ ആവശ്യമുള്ളത് വെള്ളയപ്പം ഉണ്ടാക്കാൻ 2 കപ്പ് അരിയാണ്. നമ്മൾ ദോശക്കൊക്കെ എടുക്കുന്ന അരിയിലെ പച്ചരി, അതാണ് വേണ്ടത്. ഈ അരി എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് ബോയിൽഡ് റൈസും, അതുപോലെ സെയിം കപ്പിൽ തേങ്ങയും 1/4 ടേബിൾ സ്പൂൺ ഈസ്റ്റുമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി അരച്ചെടുക്കുകയാണ് വേണ്ടത്. അരക്കുന്നതിൻ്റെ ഒന്നിച്ച് തന്നെ ഞാൻ ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് രാത്രിയിലേക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഈവനിങ് ടൈമാണ്, ഒരു 4 o'clock ആണ്. അപ്പോൾ ഞാനിത് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒന്നിച്ച് മിക്സിയിലെ ജാറിലേക്ക് പോകില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കത് 2 സ്റ്റേജസ് ആയിട്ട് അരക്കാം. ഞാനിത് ഒന്നിച്ച് തന്നെയാണ് അരക്കുന്നത്. അപ്പോൾ അരക്കാനായിട്ട് 2 കപ്പ് വെള്ളമാണ് കറക്റ്റ് വേണ്ടത്. അപ്പോൾ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഞാനിവിടെ വെള്ളയപ്പം അരച്ചത് ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഞാൻ ഈ ബൗളിൽ തന്നെയാണ് വെക്കുന്നത് ഇത് പൊങ്ങാനായിട്ട്. അപ്പോൾ ഇനി പറയാൻ പോകുന്ന ടിപ്സാണ് വെള്ളയപ്പം പെർഫെക്റ്റായി കിട്ടാനായി ഞാൻ ഉപയോഗിക്കുന്നത്. എനിക്കിത് കുറച്ച് നാളായിട്ട് കിട്ടിയൊരു ടിപ്പാണ്. ഞാനിത് മുമ്പേ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ എടുക്കണം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുകയാണ്. പഞ്ചസാര 1/2 ടേബിൾ സ്പൂണിലും കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടാതിരുന്നാൽ മതി. അത് ഞാൻ ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ അലിയിച്ചെടുക്കുകയാണ്. അലിയിച്ചിട്ട് മാത്രമേ നമ്മൾ അരച്ച് വെച്ച അരിയിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ചെറിയ തരിയാണെങ്കിലൊന്നും പ്രശ്നമില്ല, പക്ഷേ പഞ്ചസാര അതിലേക്ക് ഇട്ട പോലെ തന്നെ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് നല്ല പോലെ അലിയിച്ചെടുക്കാം. എന്നിട്ട് അരിയിലേക്ക് ഒഴിക്കുകയാണ് വേണ്ടത്. ഞാൻ ഇതാ അലിയിച്ചെടുത്തിട്ടുണ്ട്, അരിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ മുഴുവനായും ഇളക്കി കൊടുക്കുക. ഒരു തവി എടുത്തിട്ട് ഉപ്പും കൂടി അരക്കുമ്പോൾ ഇടണേ. അതിനാവശ്യമായ കറക്റ്റ് ഉപ്പ് തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ വെളിച്ചെണ്ണയും മിക്സും കൂടി ഒഴിച്ചെടുത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. അരച്ചു വെച്ച അരിയുടെ എല്ലാ ഭാഗത്തേക്കും ഈ ഓയിലും പഞ്ചസാരയും മിക്സ് എത്തുന്ന വിധത്തിൽ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഞാൻ ഒരു 4-5 മണിക്കൂർ മാവ് പൊങ്ങാൻ വേണ്ടി വെക്കുകയാണ്. അതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനിത് അരച്ച് വെച്ച മാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 7:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 4 മണിക്കാണ് അരച്ചത്. അത്രയും ടൈം ഞാനിത് റെസ്റ്റ് ചെയ്യാനായി വെച്ചതാണ്. അപ്പോൾ ഇതാ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് കാണാം. ഞാൻ അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 തവിയാണ് കറക്റ്റ് ഒരു വെള്ളയപ്പത്തിൻ്റെ അളവ്. നിങ്ങളുടെ വലിയ തവിയാണെങ്കിൽ നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ 1.5 തവി മാവ് കോരി അതിലേക്ക് ഒഴിച്ച് ചുറ്റിച്ചു കൊടുക്കുകയാണ്. മേലെ ബബിൾസ് വന്നതിന് ശേഷം മാത്രം അടച്ചു വെച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് തുറന്ന് അപ്പം എടുക്കാവുന്നതാണ്. അങ്ങനെ എല്ലാ അപ്പവും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതാ എനിക്ക് നല്ല പെർഫെക്റ്റ് അപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ടിപ്സ് നിർബന്ധമായും ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി വേറൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ.